മണിമല ഗ്രാമത്തിൻ്റെ അഭിമാനവും വിദ്യാജ്യോതിസുമായി നിലകൊള്ളുന്ന ഏക സർക്കാർ ഹൈസ്കൂളായ ഗവൺമെൻറ് ഹൈസ്കൂൾ കുവക്കാവിൻ്റെ 68ാമത് വാർഷികം. ഞാൻ കൂവക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് 31/5/2020 റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ വരുന്നത് 2022 ഒക്ടോബർ മാസത്തിലാണ്. കുറച്ച് കാലം ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്കൂള് നല്ലൊരു അധ്യാപന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളുള്ള സ്കൂളാണ്. കാരണം മെയിൻ റോഡിൻ്റെയൊക്കെ അടുത്താണ് ഈ സ്കൂള്. ആൾക്കാർക്ക് വരാനും പോകാനുമുണ്ട്, കുട്ടികൾക്ക് വരാനും പോകാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സ്കൂളിന് കുറച്ച് അസൗകര്യങ്ങളുണ്ടെങ്കിലും ഭാവിയിൽ ഈ സ്കൂൾ നല്ലൊരു സ്കൂളായിത്തീരും. കാരണം ഇത് എയർപോർട്ടൊക്കെ വരാൻ പോകുന്നു, നല്ല സൗകര്യങ്ങൾ. പിന്നെ ഇവിടെ ഭാവിയിലൂടെ എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റൽ വരുമെന്നാണ് നേരത്തെ അറിഞ്ഞത്. കാരണം ഇവിടെ എസ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി ഹാളും ഇവിടെ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്, ഹോസ്റ്റലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ഈ നാടിനും തന്നെ ഒരു പുരോഗതി ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഈ നാടിന് പുരോഗതി, ഇവിടെ നാട്ടുകാർക്ക് സ്കൂളിൽ കൂടുതൽ ആൾക്കാർ വരുന്നത്, സ്റ്റാഫ് വരുന്നതെല്ലാം നാടിനും അതിൻ്റേതായ പ്രയോജനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയൊക്കെ സ്കൂളിലോട്ട് ചേർക്കാനും ആൾക്കാർ വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂളിന് നല്ലൊരു സ്കോപ്പുള്ളൊരു സ്കൂളാണ്. എന്തായാലും ഭാവിയിൽ ഈ സ്കൂളിൻ്റെ ഭാവിയിലുള്ള പുരോഗതിക്ക് എല്ലാ ആശംസകളും നേരുന്നു. കൂവക്കാവ് ഗവൺമെൻറ് സ്കൂളിൻ്റെ 68ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന ഈ നല്ല പരിപാടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മുടെ കോളനിക്ക് കിട്ടിയ ഒരു അഭിമാനമാണ്. നമ്മുടെ സ്കൂളെ നല്ല രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുമായിട്ട് നല്ല കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ SSC ബാച്ച് തുടങ്ങിയ പിന്നെ നല്ല രീതിയിൽ ഉള്ള വൻ വിജയങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കായികമായിട്ടും കലാപരമായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിനെ പറ്റി നല്ല കുഞ്ഞുങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുപോരുന്നത്. അതിൽ എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. ഈ സ്കൂളിനെ പറ്റി നമുക്ക് ഏക ഒരു സ്കൂളാണ് നമുക്ക് ഈ കോളനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ അഭിമാനം അറിയിക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സിനെയാണ്. ആ ടീച്ചേഴ്സ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കാഴ്ചവെച്ച് കൊടുക്കുന്നത്. അവർ അഹോരാത്രം പരിശ്രമിച്ചാണ് ഈ SSC ബാച്ചായ കുഞ്ഞുങ്ങളെ നല്ല പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്, നല്ല രീതിയിലുള്ള മാർക്ക് മേടിപ്പിക്കുന്നു. ആ സ്കൂളിന് നല്ലൊരു അഭിനന്ദനം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനിയും കൂടുതൽ സ്കൂൾ ഉന്നതിയിലേക്ക് വരട്ടെ എന്നും ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖലയിലേക്ക് കാഴ്ചവെക്കട്ടെ എന്നും ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ മണിമല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഗവൺമെൻറ് കൂവക്കാവ് ഹൈസ്കൂൾ. ആ ഹൈസ്കൂളിൻ്റെ 68ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. അവർ നല്ല നിലയിലേക്ക് എത്തുവാനുള്ള പ്രോത്സാഹനം ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസത്തിലും കലാമത്സരങ്ങളിലും എല്ലാം പ്രോത്സാഹനം നൽകുന്നതിനാൽ നമ്മുടെ ഗവൺമെൻറ് കൂവക്കാവ് ഹൈസ്കൂൾ ഇനിയും ഉന്നതിയിലേക്കും SLC ബാച്ചിൽ ഉന്നത വിദ്യാഭ്യാസം 100% വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
നഗറിലെ കൊച്ചുകുട്ടി പാർവതിയെ ക്ഷണിക്കുന്നു. അടുത്ത ഫ്യൂഷൻ രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും അരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു.
അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിയാക്കി മരത്തിലൊട്ടി. മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്നു. മരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി. ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി സംഭവിച്ചു. രാമൻകുട്ടി അടിയിലും മരം മുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു. സോറി ഒന്നും ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്തിനാണ് സോറി ആസിഡ്? Thank you.
കണ്ടു